തിരുവനന്തപുരം വെള്ളായണിയിൽ 4000 കിലോ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഭീമാപള്ളി സ്വദേശി അമീന്റെ വെള്ളായണിയിലെ വാടക വീട്ടിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 12:30 ഈ ഒരു സംഭവം നടക്കുന്നത്. ബാലരാമപുരം ഉച്ചക്കട ഭാഗത്ത് വെച്ചാണ് നെയ്യാറ്റിങ്കര എക്സൈസ് പാർട്ടിയും എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗവും ചേർന്നുകൊണ്ട് രാത്രി റോഡിൽ ഒരു പരിശോധന നടത്തിയത്. ആ സമയത്താണ് ഇരുചക്ര വാഹനത്തിൽ 100 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഭീമാപ്പള്ളി ഭാഗത്തേക്ക് കൊണ്ടുപോകുകയായിരുന്ന ഭീമാപ്പള്ളി സ്വദേശി അമീനെ ഇവർ പിടികൂടുന്നത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇയാൾക്ക് വെള്ളായണി പുഞ്ചക്കരി ഭാഗത്ത് ഒരു വാടക വീടുണ്ടും അവിടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ ശേഖരമുണ്ടെന്നുമുള്ള വിവരം പോലീസ് ലഭിക്കുന്നത്. തുടർന്ന് രാത്രിയോടുകൂടി തന്നെ ഏകദേശം 1:30 മണിയോടുകൂടി തന്നെ ഈ വെള്ളായണിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 4000 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും ചെയ്തത്. എന്തായാലും ഈ അമീനെയും നിരോധിത പുകയില വസ്തുക്കളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഇത് ഒറ്റയ്ക്കല്ല ചെയ്തത് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. കാരണം ഒരു വാടക വീട്ടിൽ നിന്നാണ് ഈ 4000 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഇത് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ച് വിൽപ്പന നടത്താനായി കഴിഞ്ഞ കുറച്ച് നാളുകളെ ശേഖരിച്ചതെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. വരുന്ന ദിവസങ്ങളിൽ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഈ സ്കൂൾ മേഖലയിലുള്ള കടകളിൽ ചെറുകിട കടകളിൽ എത്തിച്ചുകൊണ്ട് ഈ ലഹരി വിൽപ്പനയ്ക്കായാണ് ഇവർ ശ്രമം നടത്തിയിരുന്നുള്ള ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ എക്സൈസ് പാർട്ടി പുറത്തുവിടുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വെള്ളായണിയിൽ നിന്ന് ലഭിച്ച 4000 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഇയാൾ കേന്ദ്രീകരിച്ച്, അതായത് ഇയാളുടെ ഭാഗത്തു നിന്ന് വാങ്ങി വിവിധ സ്ഥലങ്ങളിലായി എത്തിച്ച് സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെ വിൽപ്പന നടത്തുന്ന പലരിലേക്കും ഈ അന്വേഷണം നീങ്ങുകയാണ്. ഇന്ന് തന്നെ ഇവരെല്ലാവരെയും പിടികൂടുമെന്ന് തന്നെയാണ് ഇപ്പോൾ എക്സൈസ് നൽകുന്ന വിവരം.